കുട്ടിക്കാലത്ത് സ്ത്രീകളാരും ഉടുപ്പിട്ട് ബ്ലൗസ് ഇട്ട് കണ്ടിട്ടില്ല. അത് നമ്മളിപ്പോൾ പറഞ്ഞാൽ, കാരണം ഈ മാറുമറയ്ക്കൽ സമരമൊക്കെ നടത്തിയ രാജ്യമാണ് കൊച്ചിയിൽ, പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വം. പക്ഷേ ഇവിടെ എൻ്റെ അച്ഛൻ്റെ കുഞ്ഞമ്മയും അച്ഛൻ ഒറ്റ സഹോദരിയുടെ സഹോദരിയും ഈ ജോലിക്ക് വരുന്ന ആളുകളും നാനാ സമുദായങ്ങളിൽപ്പെട്ടവർ, ചെറുപ്പക്കാർ പെൺകുട്ടികൾ റൗക്കയും ഒക്കെ ഇടും. എൻ്റെ അമ്മ ആദ്യം മുതൽ തന്നെ കൊല്ലത്തു നിന്നാണ് അമ്മ വന്നത്. സ്കൂളിൽ പഠിച്ചത് കൊല്ലത്താണ്. പക്ഷേ അമ്മ 12ാമത്തെ വയസ്സിലൂടെ വന്നു കല്യാണം കഴിച്ച്. അച്ഛന് 19 വയസ്സും. അമ്മ ഈ ബ്ലൗസ് ഇടും, എൻ്റെ സഹോദരിമാരൊക്കെ ബ്ലൗസ് ഇടും. പക്ഷേ ഞാൻ പഠിക്കാൻ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ പോകുമ്പോൾ ബ്ലൗസ് ഇട്ടവരെ കാണാനുള്ളൂ. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇപ്പം നായരാണെങ്കിലും നമ്പൂതിരിയാണെങ്കിലും പിന്നെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരാണെങ്കിലും പട്ടികജാതി ആണെങ്കിലും പിന്നോക്ക വിഭാഗമാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഒക്കെ, മുസ്ലിങ്ങൾ ഇവിടെ ഇല്ല, ഒക്കെ ഈ മാറുമറയ്ക്കുക എന്നുള്ള സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കൊന്നും ഒരു ഫീലിംഗ് അതുകൊണ്ട് തോന്നാറില്ല. അതൊരു ഇന്നത്തെ പോലെ ഒരു ഫീലിംഗ് ഒന്നും തോന്നാറൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രൈമറി സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച പെൺകുട്ടികൾ ഒറ്റ തോർത്തുടുത്താണ് വരുന്നത്, കച്ചത്തോർത്തെന്ന് പറയും, ഉടുത്താണ് വരുന്നത്. പക്ഷെ കുറച്ച് പ്രായം വരുമ്പോഴേക്കും ബ്ലൗസ് ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ട കുട്ടികൾ കുറച്ച് പ്രായമായാലും ഈ മുട്ടുവരെ എത്തുന്ന മുണ്ടുടുത്ത് സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം.